2020 കൊറോണ കാലം. ആ സമയത്ത് ഞങ്ങളൊരു 6 പേര് SSC കൂടെ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റി, അതാണ് SSC മലയാളി. ആ സമയത്ത് തുടങ്ങിയൊരു ചിന്തയാണ് പിന്നെ SSC മലയാളി എന്തുകൊണ്ട് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തുകൂടെ. നമ്മൾ ഓഫ്ലൈനിൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 50-ലധികം കുട്ടികളെ അവരുടെ ആ ഒരു ജേണിയിൽ, അവരുടെ അച്ചീവ്മെൻറ്റിൽ ചെറിയ ഭാഗമാകാൻ നമുക്കന്ന് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും ഒരുപാട് കുട്ടികളെ നമുക്ക് ഈ ഒരു SSC ഫീൽഡിൽ നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ പറയുന്നതിൽ വലിയ കാര്യമില്ല, കുട്ടികൾ പറയുന്നതിനെ നിങ്ങൾ കേൾക്കുക. നമുക്ക് ആക്ച്വലി കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ഡയറക്ഷൻ കിട്ടി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം സോഴ്സസ് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അപ്പം ഇവിടുന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ആ കോഴ്സ് കഴിയുന്നതോടുകൂടെ. സാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മളെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പിന്നെ ബാസിം സാർ ഭയങ്കര എന്താ പറയുക, എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതിലായിരുന്നു കുറേ കാര്യങ്ങൾ എനിക്ക് ഷോർട്ട് കട്ട്സ് പോലെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ബാച്ച് ജോയിൻ ചെയ്യുമ്പം എനിക്ക് എന്തൊക്കെയാണോ വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് അതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടി. ഒരു 20 മിനിറ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്ന് വിചാരിച്ച കാര്യമാണെങ്കിലും നമ്മളത് പഠിച്ചിവിടെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മിസ്റ്റേക്സ് വരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ക്വസ്റ്റ്യൻസിൽ നമ്മളെ തെറ്റിക്കാൻ രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് ആക്ച്വൽ എക്സാമിന് തെറ്റാതെ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ കുറേ ഷോർട്ട് ട്രിക്സും കാര്യങ്ങളും, അതായത് ഈ സാറുമാർ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കുകകൂടിയില്ല, അത്ര രീതിയിൽ അവർ ഭയങ്കര പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പം ഇതൊക്കെ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ഇത് തോന്നി. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ഒരു കൺസിസ്റ്റൻസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കുറച്ച് ദൂരെ മാറി നിന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളപ്പം ഇവിടെ കോഴിക്കോട് വന്ന് പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ദൂരെ മാറി കോഴിക്കോട് വന്ന് ഇവിടെ SSC മലയാളിയിൽ ജോയിൻ ചെയ്യുന്നത്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് SSCക്ക് വേണ്ടി ഇറങ്ങണോ വേണ്ടിയെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ SSC മലയാളി സഫ്ദാർ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ പറഞ്ഞത്. SSC എക്സാമിനെ കുറിച്ചിട്ടും അത് നമുക്കും ഇരുന്ന് പഠിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് സഫ്ദാർ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഫാക്കൽറ്റീസ് നമുക്ക് അത്രത്തോളം ആക്സസിബിൾ ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കൊരു ഡൗട്ട് ചോദിച്ചോ അല്ലെങ്കിൽ എന്ത് ജനറൽ ക്വയറി ചോദിച്ചോ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. അത് തരുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. മോക്ക് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് SSC എത്രത്തോളം കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആണെന്നും പിന്നെ എനിക്ക് പഠിക്കാനായിട്ടൊരു നല്ലൊരു പിയർ ഗ്രൂപ്പ് റെഡിയാവുന്ന SC മലയാളിൽ വന്നതിന് ശേഷമാണ്. ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പഠിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് റീഡിംഗ് റൂമാണ്. ഞാൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലമാണത്. The mock test here for Tier 2, they were prepared in such a comprehensive manner that I felt prepared to handle any type of question paper in the examination. Whether the actual exam turned out to be easy or difficult, I was ready to handle any type of question paper. പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മോക്ക് ചെയ്യുക, തെറ്റ് തിരുത്തുക, പിന്നെ മോക്ക് ചെയ്യുക. ഒരു റോങ് ബുക്ക് തന്നെ ഉണ്ട്. തെറ്റുകളൊക്കെ എഴുതി വെക്കുന്ന അതിൽ നോക്കിയിട്ട് എന്നും പഠിക്കും. ഇക്വേഷൻസ് ഒക്കെ ഒരു ബുക്കാണ്, അതിലെന്നും നോക്കി പഠിക്കും. SSC മലയാളീൻ്റെ വീഡിയോസ് ഒക്കെ കാണുക ഇമ്മാണ്. അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മാണ്. ഞാൻ അറിയുന്നതിന് മുന്നേ ഇമ്മ വന്നിട്ട് എന്നോ പറയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അയക്കുന്നു. എല്ലാം ഇമ്മാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ചെയ്ത മാത്രം മതി. ഫാമിലി, ഇപ്പയും അനിയനും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ല മോട്ടിവേഷൻ. നമ്മളിപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയാലും നമ്മളെ വീണ്ടും എൻകറേജ് ചെയ്യാനും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇവരുടെ ടീച്ചേഴ്സ് ആയാലും സഫ്ദർ സാർ ആയാലും എല്ലാവരും നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ SSC മലയാളിയിൽ മോക്ക് ടെസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവരുടെ കോഴ്സ് സെറ്റ് ചെയ്തിരുന്നത്. ഓരോ 2 ദിവസം കൂടുമ്പോഴും മോക്ക് ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. അത് കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് എപ്പോഴും ഉണ്ടാവാറ്. നമ്മുടെ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേണിലേക്ക്, എക്സാമിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ മോക്ക് ടെസ്റ്റുകൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്താ നമ്മൾ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. സ്ട്രെസ് നമുക്ക് ഫുള്ളി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കോമ്പറ്റീവ് എക്സാം കഴിയുമ്പോൾ ഒബ്വിയസ്ലി സ്ട്രെസ് അവിടെ ഉണ്ട്. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെൻറ്റേഴ്സ് എന്നല്ല പറയാം, നമ്മളൊരു ഫ്രണ്ട്സ് പോലെ അവർ ഫാക്കൽറ്റീസ് ഉള്ളത്. അത് സഫ്ദർ സാർ ആണെങ്കിലും ബാസിം സാർ ആണെങ്കിലും ഇവിടെയുള്ള അക്ഷയ് സാർ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇവരെല്ലാവരും നമ്മളങ്ങനെ ഒരു ഫ്രണ്ട്ലി മാനറിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് തോന്നിയിട്ടില്ല. ചില മെത്തേഡ്സ് ഞാൻ ഈ ഹിന്ദി ചാനലിൽ കണ്ടിട്ടില്ല. അവിടുത്തെ ടോപ്പ് ഫാക്കൽറ്റീസ് പറഞ്ഞ ആൾക്കാർ മാത്സ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഇപ്പോഴും വളരെ ലെങ്തി മെത്തേഡ്. പക്ഷേ അതേസമയം നമുക്കിപ്പോൾ A/B=C മെത്തേഡ് ഇവിടെ സാർ പറഞ്ഞ മെത്തേഡ്, അതുപോലെ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ്, അതും അങ്ങനെ കുറച്ച് മെത്തേഡൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടുത്തെ ചാനലിൽ കണ്ടാൽ പഠിച്ചത്. ഇപ്പോഴും അത് നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇവിടെ വന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവില്ല. കാരണം വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇത്ര കൺസിസ്റ്റൻ്റ് ആയി കാണി എന്നോട് പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇവിടെ വന്നുകൊണ്ടാണ് രാവിലെ മുതൽ എല്ലാവരും ചുറ്റുള്ള എല്ലാവരും പഠിക്കല്ലേ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ പഠിച്ചു പോയിക്കോളും.
അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ റിസൾട്ട് കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഷോർട്ട് ട്രിക്സിൻ്റെ ഒരു വീഡിയോ സഫ്ദർ സാറിനെ കണ്ടു. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ അടുത്ത ആ പ്ലേലിസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് സിനിമയുടെ യൂട്യൂബ് ചാനലിൽ പോയി ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് പോയി. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരുന്നു. ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു എനിക്ക്. ടെലിഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്തു. ടെലിഗ്രാം ചാനൽ ഭയങ്കര ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഒരു ക്വസ്റ്റൻ എടുത്ത് ചെയ്യാൻ നോക്കി. ആ ക്വസ്റ്റൻ വായിച്ച് ചെയ്യുന്നതിന് മുമ്പ് 2-3 ആൻസേഴ്സ് അതിന് കിടിലൻ ട്രിക്സ് ഓരോരുത്തർ ഇട്ട് തുടങ്ങി. അപ്പോൾ എനിക്കും വാശിയായി. അത് പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മോക്കുകൾ എടുക്കുക എന്നുള്ളത്. SSC മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിൽ കാണാവുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇവിടെയുള്ള സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി നല്ല നമ്മളെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നൊരു അതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. ചില ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ സോൾവ് ചെയ്യാതെ കുറേ ഷോർട്ട് ട്രിക്സുകൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ വഴിയും പിന്നെ സാറ് പറഞ്ഞ് തന്നത് വഴി അങ്ങനെയൊക്കെ ആയിട്ട് അതെല്ലാം മനസ്സിലാക്കി. അപ്പം പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റി. ആ ടൈം കൂടുതൽ എടുക്കുന്നത് കുറയ്ക്കാൻ പറ്റി. അതൊക്കെ എക്സാമിന് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രാഷ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നതിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ റീഡിംഗ് റൂമാണ്. പിന്നെ രാവിലെ വരും, എന്നിട്ട് ഇവിടുത്തെ റീഡിംഗ് റൂമിൽ ഇരുന്നാണ് പഠിച്ചുകൊണ്ടുണ്ടായത്. വൈകുന്നേരമാണ് പോവുക. ഭയങ്കര ശരിക്കും വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ റീഡിംഗ് റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിലും മെന്റർ സപ്പോർട്ട് ആണെങ്കിലും മൊത്തത്തിൽ എല്ലാവരും നമുക്കൊരു ഫാമിലി പോലെയാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇത്ര ഒരു കംഫോർട്ട് സോണായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അന്ന് എടുത്തത് മെയിനായിട്ട് സഫ്ദർ സാറും ബാസിൽ സാറും തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ ശരിക്കും എന്താ പറയുക, ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ടോപ്പ് ലെവൽ ക്ലാസ്സാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അത്ര യൂസ്ഫുൾ ആയിരുന്നു. സാധാരണ ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ എനിക്ക് 100 ക്വസ്റ്റ്യൻ കാണാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും സഫ്ദർ സാർ ഫസ്റ്റ് ലെവലിൽ ഞങ്ങളെ എത്തിച്ചതെന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ കാണുക, പിന്നെ 2 റൗണ്ട് 3 റൗണ്ടിലൊക്കെ മോക്ക് ചെയ്യുക എന്നുള്ളൊരു സ്കിപ്പിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ് സാറ് നമ്മളെ ഫസ്റ്റ് ട്രെയിൻ ചെയ്യിച്ചിരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതായത് എനിക്ക് അങ്ങനെ ഒരു എക്സാമിനും സമയം കിട്ടിയില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു എന്താണോ SSCയുടെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ആ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി നോക്കേണ്ട കാര്യമില്ല. കൃത്യം ആ ക്ലാസ്സിനുള്ളിൽ തന്നെ ഒരു കറക്റ്റ് SSCയുടെ കോമ്പറ്റീഷൻ എന്താണ് അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും നല്ലൊരു ബാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ക്ലാസ്സുകൾ ഭയങ്കര നല്ലതാണ്. അതായത് പുള്ളി ഒരു നല്ല ബെസ്റ്റ് ടീച്ചറാണ് സഫ്ദർ സാറ്. പുള്ളിയുടെ ക്ലാസ്സുകളാണെങ്കിലും ബാക്കിയുള്ള സ്റ്റുഡൻസായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണെങ്കിലും എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് സഫ്ദർ സാറിൻ്റെത്. ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു എൻവയോൺമെൻ്റ് ആണ് ഏറ്റവും അട്രാക്ട് ചെയ്ത് തന്നെ ഇതിലേക്ക്. കാരണം എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ആരും ഒരേപോലെ തന്നെ നമുക്ക് ഒരു ഫാമിലി എന്നുള്ളൊരു വൈബിലായിരുന്നു ഇവിടെ മൊത്തത്തിൽ പോയിരുന്നത്. മാത്സ് ബാസിം സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം സഫ്ദർ സാറിൻ്റെ ക്ലാസ്സും മാത്സ് സാറിൻ്റെതായിട്ടുള്ള രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുക. അതും വളരെ രസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ് ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ലൈബ്രറി ഒക്കെ 24/7 യൂസ് ചെയ്യാറില്ല. രാത്രി ഒരു ടൈം ലിമിറ്റ് വരെ എനിക്ക് ഇരിക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ ഇവിടെ ഹോസ്റ്റൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര യൂസ് ആയി എന്ന് കൂട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രിപ്പറേഷൻ ആ ഒരു ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സെൽഫായിട്ട് ഒരാൾ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരാളുടെ ഗൈഡൻസ് ഒന്നും അധികം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ്, നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ആൾക്കാർ, നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള നമുക്കൊരു ആംബിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ഞാൻ കൂടുതലും റീഡിംഗ് റൂമും ലാബും ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഈ ഒരു ലൈഫിൽ കൂടുതലും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ്. ക്ലാസ് അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് ക്ലാസ് ആയിരുന്നു. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഉള്ളവർ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ കാര്യങ്ങൾ നോക്കി കാണും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള, അവരുടെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു വാശി നമ്മളിൽ എന്തായാലും പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യും. മാത്സിലെ മെയിനായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡാണ്. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ കാൽക്കുലേഷൻ എങ്ങനെ സ്പീഡ് കൂട്ടാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം അതിൽ സാറ് പറയേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയായിരുന്നു.